ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കളമശ്ശേരി കുസാറ്റിനോട് വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്നൊരു 4 ബെഡ്റൂം വലിയ വീടിൻ്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ക്യുസാറ്റ്, സെൻറ്റ് പോൾസ് കോളേജ്, ഭാരത് മാതാ കോളേജ്, രാജഗിരി തുടങ്ങിയ എല്ലാ ജില്ലയിലെ പ്രധാനപ്പെട്ട സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും ഈ വീട്ടിൽ നിന്ന് വളരെ വേഗത്തിൽ എത്തിച്ചേരാവുന്നതാണ്. ഈ വീട്ടിൽ നിന്ന് കളമശ്ശേരി മെട്രോ സ്റ്റേഷനിലേക്ക് വെറും 3 കിലോമീറ്റർ മാത്രം ദൂരമാണുള്ളത്. കൂടാതെ തൃക്കാക്കര ടെമ്പിളിലേക്ക് 2 കിലോമീറ്ററും. എയർപോർട്ട് സീപോർട്ട് റോഡിലേക്ക് ഈ വീട്ടിൽ നിന്ന് വെറും 500 മീറ്റർ മാത്രം ദൂരമാണുള്ളത്. 4.5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2400 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 100% നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. പടിഞ്ഞാറ് ദിക്കിലേക്കാണ് ഈ വീടിൻ്റെ ദർശനം വരുന്നത്. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ ആദ്യം കയറി ചെല്ലുന്നത് ഈ വീട്ടിലെ കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. കൂടാതെ മറ്റൊരു ചെറിയ വാഹനം കൂടി നമുക്ക് ഈ വീടിന് മുന്നിലായി പാർക്ക് ചെയ്യാവുന്നതാണ്. മുറ്റം മുഴുവനായി തന്നെ കടപ്പാക്കലുകൾ വിരിച്ച് മനോഹരമാക്കി തന്നെയാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. മോഡേൺ സ്റ്റൈലിലുള്ള നല്ലൊരു കണ്ടംപററി സ്റ്റൈൽ എലവേഷൻ തന്നെയാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. മുഴുവനായി തന്നെ ഗ്രാനൈറ്റിൽ തീർത്ത നല്ലൊരു സിറ്റ് ഔട്ടും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്കിനി ഈ വീടിന്റെ അകത്തേക്കൊന്ന് കയറി ചെല്ലാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ ആദ്യം കയറി ചെല്ലുന്നത് വലിയൊരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. വലിയൊരു കോർണർ സെറ്റി സുഖമായി നമുക്കിവിടെ പ്ലേസ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഒരു ഭിത്തി മുഴുവനായി തന്നെ TV യൂണിറ്റിനായി വർക്ക് ചെയ്തിരിക്കുന്നതും നമുക്കിവിടെ കാണാം. വളരെ മനോഹരമാക്കി തന്നെയാണ് ഈ വീടിൻ്റെ TV യൂണിറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ലിവിംഗ് ഏരിയ ഒരു ഡബിൾ ഹൈറ്റഡ് ഏരിയ ആയിട്ടാണ് ബിൽഡർ ഇവിടെ ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഷാൻലിയറിൻ്റെ വ്യൂവും ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അടുത്തതായി നമുക്കിനി ഈ വീട്ടിലെ ഡൈനിങ് ഏരിയയിലേക്കൊന്ന് കയറി ചെല്ലാം. 10-12 ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലിയൊരു ഡൈനിങ് ടേബിൾ തന്നെ നമുക്കിവിടെ സുഖമായി പ്ലേസ് ചെയ്യാവുന്നതാണ്. ഭംഗിയുള്ളൊരു സീലിംഗ് വർക്കും ഈ വീടിന്റെ ഡൈനിങ് ഏരിയയിൽ നൽകിയിട്ടുണ്ട്. ഡൈനിങ് ഏരിയയിൽ നിന്ന് അല്പം മാറി സ്റ്റെയർവേക്ക് താഴെയായി മനോഹരമായൊരു വാഷ് കൗണ്ടറും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ക്ലാഡിംഗ് സ്റ്റോൺ വർക്കൊക്കെ കൊടുത്ത് ജാഗ്വാർ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ഒക്കെ വെച്ചുകൊണ്ടാണ് ഇവിടെ വാഷ് കൗണ്ടർ ഭംഗിയാക്കിയിരിക്കുന്നത്. ഡൈനിങ് ഏരിയയോട് ചേർന്ന് വരുന്ന വാളിലായി നല്ലൊരു വാൾപേപ്പർ ഡിസൈനും അതിനോട് കൂടെ തന്നെ ഇൻഡോർ പ്ലാന്റ്സും മറ്റും വെക്കുന്നതിനായിട്ടുള്ള ചെറിയൊരു സ്പേസും ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ കിച്ചണിലേക്കൊന്ന് കയറി ചെല്ലാം. നാനോ വൈറ്റ് കൊണ്ടുള്ള നല്ലൊരു കൗണ്ടർ ടോപ്പൊക്കെ കൊടുത്ത് 2 വാം കളറിലുള്ള ഹാങ് ലൈറ്റൊക്കെ കൊടുത്ത് ഭംഗിയാക്കി തന്നെയാണ് കിച്ചണിലേക്കുള്ള എൻട്രൻസ് നൽകിയിരിക്കുന്നത്. ഡാർക്ക് ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ വരുന്ന നല്ലൊരു പ്രീമിയം ലുക്ക് ലഭിക്കുന്ന ഒരു കിച്ചൺ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകളും ഇവിടെ നൽകിയിട്ടുണ്ട്. കൃത്യമായി കിഴക്ക് ഭാഗത്തേക്ക് ഗ്യാസ് സ്റ്റവ് വെക്കാവുന്ന രീതിയിൽ തന്നെയാണ് ഈ വീടിന്റെ കിച്ചൺ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ലൊരു സീലിംഗ് വർക്കും ഈ വീടിന്റെ അടുക്കളയിലും നൽകിയിട്ടുണ്ട്. കിച്ചന് പുറമെയായി ഇവിടെ വർക്ക് ഏരിയക്കുള്ള വലിയൊരു സ്പേസ് തന്നെ അവൈലബിൾ ആണ്. ടൈൽസ് ഒക്കെ വിരിച്ച് ഭംഗിയാക്കി തന്നെയാണ് ഈ ഏരിയ സൂക്ഷിച്ചിട്ടുള്ളത്. വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ളൊരു പോയിന്റ് ഇവിടെയും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കയറി ചെല്ലാം. ഏകദേശം 11.5 അടി നീളവും 10.5 അടി വീതിയുമുള്ളൊരു ബെഡ്റൂമാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. അതോടൊപ്പം തന്നെ 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബും അതിനോട് ചേർന്ന് തന്നെ മിററൊക്കെ സെറ്റ് ചെയ്ത് ഭംഗിയാക്കി തന്നെയാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. മനോഹരമായൊരു സീലിംഗ് വർക്കും നമുക്ക് ഈ റൂമിൽ കാണാവുന്നതാണ്. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ജാഗ്വാർ ബ്രാൻഡിന്റെ പ്രീമിയം ഫിറ്റിംഗ്സ് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അടുത്തതായി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 11 അടി നീളവും 10 അടി വീതിയുമുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. കൂടാതെ 2 പാളികളുള്ള വലിയൊരു വാർഡ്രോബും അതിനോട് ചേർന്ന് ചെറിയൊരു സ്റ്റഡി ടേബിളൊക്കെ സെറ്റ് ചെയ്ത് ഭംഗിയാക്കി തന്നെയാണ് ഈ റൂമിൽ വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. മനോഹരമായൊരു സീലിംഗ് വർക്കും നമുക്കിവിടെ കാണാം.
അടുത്തതായി നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഡ്രൈ ആൻഡ് വെറ്റ് ഏരിയയാക്കി സെപ്പറേറ്റ് ചെയ്ത് തിരിച്ചുകൊണ്ട് തന്നെയാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പങ്കുവച്ചു കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് കയറി ചെല്ലാം. ടഫൺ ഗ്ലാസ് ഇട്ട് വുഡൻ ഹാൻഡ് ടോപ്പ് കൊടുത്തുകൊണ്ടാണ് ഈ വീടിന്റെ ഹാൻഡ് റെയിൽ ചെയ്തിരിക്കുന്നത്. സ്റ്റെയർവേക്ക് മുകളിലായി നല്ലൊരു വാം കളറിലുള്ള ഹാങ്ങിങ് ലൈറ്റും ഇവിടെ നൽകിയിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറിയാൽ നമ്മൾ ആദ്യം കാണുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു അപ്പർ ലിവിംഗ് ഏരിയ ആണ്. മൾട്ടിവുഡിൽ തീർത്ത മനോഹരമായൊരു TV യൂണിറ്റും ഇവിടെ നൽകിയിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റുകൾ കൊണ്ട് മനോഹരമാക്കി തന്നെയാണ് അപ്പർ ലിവിംഗ് ഏരിയയിൽ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീട്ടിലെ യൂട്ടിലിറ്റി ഏരിയ ഒന്ന് കണ്ടു നോക്കാം. വാർത്ത് ഭംഗിയാക്കി തന്നെയാണ് ഈ വീടിന്റെ യൂട്ടിലിറ്റി ഏരിയ ചെയ്തിരിക്കുന്നത്. വാഷിംഗ് മെഷീനും മറ്റും വെക്കുന്നതിനായിട്ടുള്ള പോയിന്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്തതായി നമുക്കിനി ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കയറി ചെല്ലാം. ഏകദേശം 11 അടി നീളവും 11 അടി വീതിയുമുള്ളൊരു ബെഡ്റൂമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. 2 പാളികളുള്ള വലിയൊരു വാർഡ്രോബും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മനോഹരമായൊരു സീലിംഗ് വർക്കും ഈ റൂമിൽ നൽകിയതായി നമുക്ക് കാണാം. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഇനി നമ്മൾ കടന്നു വരുന്നത് ഈ വീട്ടിലെ അവസാന ബെഡ്റൂമിലേക്കാണ്. മറ്റ് ബെഡ്റൂമുകൾ പോലെ തന്നെ വലിപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നമുക്ക് ലഭിക്കുന്നത്. 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബും ഇവിടെ നൽകിയിട്ടുണ്ട്. നല്ലൊരു സീലിംഗ് വർക്ക് തന്നെയാണ് ഈ റൂമിൽ നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ലിവിംഗ് ഏരിയയിൽ നിന്ന് ബാൽക്കണിയിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ വീടിന്റെ ഡബിൾ ഹൈറ്റഡ് ഏരിയയുടെ വ്യൂ നമുക്കിവിടെ ദൃശ്യമാകുന്നത്. നല്ല മനോഹരമായ വലിയൊരു ഷാൻലിയറിന്റെ ഭംഗി ഇവിടെ നിന്ന് നമുക്ക് മനോഹരമായി തന്നെ ആസ്വദിക്കാവുന്നതാണ്. ഇനി നമ്മൾ കടന്നു വരുന്നത് ഈ വീട്ടിലെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്കാണ്. വളരെ വിശാലമായ വലിയൊരു ബാൽക്കണി തന്നെയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. പ്രൊഫൈൽ ലൈറ്റൊക്കെ കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ബാൽക്കണിയിലും ലൈറ്റ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി വീടിന്റെ വിലയെന്ന് നോക്കാം. 4.5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2400 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 1,40,00,000 രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. ഇടപ്പള്ളിക്കും തൃക്കാക്കരക്കും കളമശ്ശേരിക്കുമെല്ലാം മധ്യത്തിലായി സ്ഥിതി ചെയ്യുന്ന ഈ മനോഹരമായ വീടാരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. തീർച്ചയായും ഈ വീടിന് ലോൺ അവൈലബിൾ ആണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.